ഇപ്പൊ ഞാനിവിടെ തനിച്ച, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിനതരമാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാണ് നാരായണി ഇത്. തരുവോ? നാരായണി, അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്തിനെ ബടുക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത്? നാണമില്ലേ? ചുമ്മാ ഇവിടെ ഇറങ്ങി നടക്കണേ. നാരായണി, നാരായണി, എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നു. ബഷീറ്, ബഷീറ്, ബഷീറ്. ദൈവത്തിന് എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ടെന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ല. അല്ല, ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, ചുവട്ടിലെ കെട്ടഴിക്കലും ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ അതാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അടിക്കാം. ഞാൻ പൂക്കളെല്ലാം ഉള്ളിയെടുത്ത് വെക്കാൻ പോകുകയോ? എവിടെ? മുടിക്കെട്ടില്ല. അല്ല, പിന്നെ ഹൃദയത്തിനുള്ളിൽ. അടുത്ത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരും. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും. വരുമോ? വരും. ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നാളെ ബജ്ര വറുത്തത് ഒരു സഞ്ചിയിലാക്കി ഇട്ടു തരാം. ചക്കര ചേർത്ത് തിന്നണം. തിന്നുമോ? തിന്നാ. ഇല്ല, വലിച്ചെറിഞ്ഞുകളയും. ഞാനോ? ഒരു തരി പോലും കളയല്ല. പിടിച്ചോണേ. നാരായണി, പോകല്ലേ, നിക്കണേ. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെയും പേരിൽ. എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. തമ്മിലൊന്ന് കാണാനെന്താ വഴി? ഞാനൊരു വഴിയും കാണുന്നു. ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഓർത്ത് കരയും. ഞാനും രാത്രികൾ നോക്കാറുണ്ട്. ഞാൻ ആശുപത്രി വരാൻ ശ്രമിക്കും. എന്നെ കാണാൻ ആശുപത്രി വരെ വരുമോ? എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി. കണ്ടാൽ എങ്ങനെ അറിയും? മുഖം കാണുമ്പോഴറിയും. എന്റെ വലത് കവിളിൽ ഒരു കറുത്ത മറക്കുണ്ട്. അത് നോക്കൂ. വരാതിരിക്കരുത്. എന്റെ കൂടെ വേറെ സ്ത്രീകളാണ്. ഞാൻ തനിച്ചായിരിക്കും. എന്റെ തലയിൽ തൊപ്പി കാണുകയില്ല. കയ്യിൽ
റോസാപ്പൂ കാണും. ആശുപത്രിയിൽ എന്ന് കാണുമെന്ന് ഞാൻ നാളെ പറയാം. ധാരാണി എന്തോ എന്ന് ഇന്ന് തിങ്കളാഴ്ചയല്ലേ? വ്യാഴാഴ്ച പകൽ 11 മണിക്ക് ഞാൻ ആശുപത്രിയിലുണ്ടാവും. വലത് കണ്ണിൽ കറുത്ത മറക്കല്ലേ? മറക്കില്ല. എന്റെ കയ്യിൽ ചുവന്ന റോസാപ്പൂ കാണും. ചുവന്ന റോസാപ്പൂ. ആ ഉഷി ഇതൊന്നും ധരിക്കും കാണാനാണ്. ഉഷി അതിനെന്താ അലകിയ മീ. ശരി You can go, Mr. Bhushan. You are free. Eh? Why should I be free? Who wants freedom? നിങ്ങൾ വിടാൻ ഉത്തരവായിരുന്നു. നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തിലേക്ക് മടങ്ങാം. സ്വതന്ത്ര ലോകം. ഏത് സ്വതന്ത്ര ലോകം? വേറൊരു വലിയ ജയിലിലേക്ക് വേണമല്ലോ പോവാൻ. ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം? നല്ല സുഹൃത്താണ്. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓട്ടോഗ്രാഫ് ചെയ്ത് കോപ്പി അയച്ചിട്ടുണ്ട്. Mm-hmm.